ഹലോ ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. തോട്ടമൊന്നുമില്ല, അറിയാമല്ലോ, 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വഴുതനങ്ങയിലൊക്കെ നിറയും പുഴുണ്ടെന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത സമയത്തായിരുന്നു കേട്ടോ പുഴുവിനെ കണ്ടത്. പിന്നെ നമ്മുടെ കാന്താരിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നിൽപ്പുണ്ട്. നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രമേ പറിക്കാറുള്ളൂ. പിന്നെ വരുന്നവരൊക്കെ പറിച്ചുകൊണ്ട് പോകും, അവർക്കിഷ്ടമാണ്. പിന്നെ ഇതാ ഈ വഴുതനങ്ങയിൽ 2 വഴുതനങ്ങ ആയിട്ടുണ്ട്, പക്ഷേ അത് പറിക്കാറായിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴേ പറിക്കാറാവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ കോവലാണ് കേട്ടോ. കോവൽ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടപ്പോഴത്തേന് അത് മുരടിച്ച് പോയെന്നാണ് കേട്ടോ തോന്നുന്നത്. 1-2 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയ കോവയ്ക്കാവുന്ന സൈസാണ് കേട്ടോ, നല്ല ഉരുണ്ടതാണേ. അപ്പം അത് വലുതാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കരിയാപ്പിലയൊക്കെ ഒന്ന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ 1-2 ചീരയുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങ വീണ്ടും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ബേബി ബ്രിഞ്ചാൾ. ഓക്കെ, അപ്പോൾ അതും വളർന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, ഇതാണ്ട് നമ്മുടെ മുള വീണ് ഒളിഞ്ഞു പോയിരുന്നു നമ്മുടെ കാന്താരി അമ്മ അതൊക്കെ കൊടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പക്ഷേ ഇലയെല്ലാം വാടി നിൽക്കുകയാണ്. പിന്നെ പഴുപ്പിക്കാനായിട്ട് നമ്മുടെ ഓമയ്ക്കായി നിൽപ്പുണ്ടേ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങയൊക്കെ എല്ലാം മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട് കേട്ടോ ഈ തൈയിൽ. അത് 2 എണ്ണം നമുക്ക് പറിക്കണം. അപ്പോൾ അത് 2ഉം പറിക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത്. പിന്നെ നിങ്ങളൊക്കെ കോവയ്ക്കയും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വഴുതനങ്ങ 2ഉം പറിച്ച് ഇന്ന് ഫ്രൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇതിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ തയ്യയിലും 2 എണ്ണം ഉണ്ട്, അതും കൂടി പറിക്കണം. അപ്പം ഈ 2 വഴുതനങ്ങയും പറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഞാൻ പറിച്ചെടുത്തു. നമ്മുടെ വെണ്ടയുടെ തേയുടെ അവസ്ഥ ഉണ്ടില്ലേ, ആ പുഴു ഇത് മൊത്തം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മുടെ അടുത്ത് കളഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെയും അതുണ്ടായി. നമ്മുടെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കോവയ്ക്ക ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇതിലും വലിപ്പം ഉണ്ടാവും. നല്ല നീളത്തിൽ നല്ല ഉരുണ്ട കോവയ്ക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുരടിച്ച് പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ഇങ്ങനെ ഉണ്ടായത്. പിന്നെ ഇതും മുരടിച്ച പോലെ എന്തോ ഒരു കേട് കുത്തിയിട്ടുണ്ട് ഇതേലും. അപ്പോൾ അങ്ങനെ 3 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നിറയെ ഉണ്ടാവുന്നതായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ വഴുതനയും കൂടെ ആണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. മറ്റേ 2 എണ്ണം നമ്മൾ പറിച്ചെടുത്തു അവിടെ നിന്ന്. ഇനി ഇവിടെ വന്ന് നമ്മളിത് 2ഉം പറിച്ചെടുത്തു. അമ്മ നട്ട് കിളിപ്പിച്ചാണെങ്കിലും പറിച്ചെടുക്കുന്ന എനിക്കാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീലിങ്സ് വരാറ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു തോന്നിയത്. ഇതാണ്ട് അമ്മ എന്നെ ചതിച്ചു കേട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നു. അപ്പം നോക്കിയപ്പോൾ കോവയ്ക്ക് അവിടെ കാണുന്നില്ല. അമ്മ പറിച്ചത് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ പെരയ്ക്കകത്ത്. രാവിലെ ആണ് കേട്ടോ അമ്മ പറിച്ചത്. ഞാൻ ഇതിപ്പം ഉച്ചയാവാറായപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുമ്പ് എടുത്ത 2 വീഡിയോയും ഇടാഞ്ഞത്. അപ്പം ഇപ്പോൾ ഇത് കണ്ടോ അമ്മ എന്നെ ചതിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കൂടെ വിചാരിച്ചു. എന്തായാലും അത്രയും കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കോവ. ഇത് പൊട്ടാണ് കേട്ടോ, ഇത് വിളഞ്ഞിട്ടൊന്നും ഇല്ല. ഇതിലും വണ്ണം വെക്കട്ടെ. ഇത് എൻ്റെ ഏട്ടൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്.